ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അത്യന്തം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അത് വർദ്ധിച്ചു വരുന്നു. കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ, അദ്ദേഹം ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊന്നത്. എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അത്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ സംഭവം അവസാനിക്കുന്നില്ല. തുടർച്ചയായിട്ട് ഹിന്ദു യുവാക്കൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാണ പ്രതാപ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അവർ വെടിവെച്ച് മുറിവേൽപ്പിച്ച് കൊല്ലുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ശരത് മണി ചക്രവർത്തി എന്ന് പറയുന്ന ഒരു യുവാവിനെ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തെയും കൊലപ്പെടുത്തി. അങ്ങനെ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 6 പേരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു സംഘടിതമായ രീതിയിൽ ഒരു ആക്രമണമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നേരെയും വ്യാപകമായ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ ഉദ്ദേശം? നമുക്ക് മനസ്സിലാവുന്നത്, കഴിഞ്ഞ 1 വർഷം മുമ്പ് ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ സഹായത്തോടുകൂടി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ മാറ്റി ഒരു പറ്റം അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് നിരവധി ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. അതേപോലെ തന്നെ ഇസ്കോണിന്റെ പ്രമുഖനായ നേതാക്കളെയൊക്കെ തന്നെ തടവിലാക്കി, അവരെ ജയിലിലിട്ടു. അവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അവര് പ്രകോപനപരമായിട്ട് ആളുകളോട് സംസാരിച്ചു എന്നുള്ള കേസുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നു, അവരുടെ വീടുകൾ കത്തിക്കുന്നു, ക്ഷേത്രങ്ങൾ തകർക്കുന്നു, ഹിന്ദുക്കളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരെയും ആക്രമിക്കുന്നു, മുസ്ലിങ്ങളിൽ തന്നെ ഉള്ള ചില വിഭാഗങ്ങളെ അവരെ ആക്രമിക്കുന്നു. അത് സുന്നികളെയും അതേപോലെ തന്നെയുള്ള ഇസ്ലാമിക നേതൃത്വത്തിലുള്ള ആളുകളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത വിഭാഗങ്ങളെ വരെ ആക്രമിക്കുന്നു. ബുദ്ധരെയും ജൈനരെയും ഒക്കെ ആക്രമിക്കുന്നു. അതേപോലെ തന്നെ കൂട്ട ബലാത്സംഗങ്ങൾ, നിരവധി സ്ത്രീകളെ അങ്ങനെ അപമാനിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അവർ പ്രതീക്ഷിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് അവർ ഒഴുകിപ്പോകും. അപ്പൊ തങ്ങളുടേതുമായ ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തീവ്ര ശ്രമമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. നേരത്തെ തന്നെ ഏതാണ്ട് 1.13 കോടി ആളുകൾ 1964 മുതൽ ഇന്ത്യയിലേക്ക് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കടന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അവരുടെ എനിമി പ്രോപ്പർട്ടി ആക്ട് പോലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹിന്ദുക്കളുടെ ഭൂമി പിടിച്ചെടുക്കാൻ, എപ്പോഴും പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ പട്ടാള ഭരണമുള്ള സമയത്താണെങ്കിലും പട്ടാളത്തിൻ്റെതല്ലാത്ത ഭരണമുള്ള സമയത്താണെങ്കിലും ഒക്കെ തന്നെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ദിനം പ്രതി ആളുകൾ, ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് ശരാശരി 700 ആളുകളാണ് ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് അതോടുകൂടി ഹിന്ദു ജനസംഖ്യയിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. പലരെയും മതം മാറ്റി നിർബന്ധിച്ചും ഒക്കെ മതം മാറ്റി കഴിഞ്ഞു. പലരും അഭയാർത്ഥികളായിട്ട് പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു ഹിന്ദു ഉന്മൂലനം, ഹിന്ദു ജനോസൈഡാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ആളുകളെ കൂടി അവിടെ നിന്ന് പറഞ്ഞുവിടാനായിരുന്നു തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികളുടെ ശ്രമം. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ തവണ ഹിന്ദുക്കൾ വളരെ സംഘടിതരായി, അവർ തിരിച്ചു പോകാൻ തയ്യാറായില്ല. തങ്ങൾ ഈ മണ്ണിൽ തന്നെ ജനിച്ചു, ഇവിടെ തന്നെ തങ്ങൾ മരിക്കുമെന്നൊരു നിലപാട് അവരെടുത്തു. പക്ഷെ അങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി നിന്ന ഒരു ജനതയെ, കാരണം തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും തങ്ങളുടെ വീടുകൾ നശിപ്പിച്ചിട്ടും ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടും ഒരിക്കലും അവര് പിന്മാറാൻ തയ്യാറാവാതെ, അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാതെ, ഇന്ത്യയിലേക്ക് വരാതെ അവരവിടെ തന്നെ നിൽക്കുകയായിരുന്നു ബംഗ്ലാദേശിലെ ജനം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ അവരെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ട്, അവരെ വീണ്ടും ആക്രമിച്ചുകൊണ്ട്, അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ, അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദികൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന, ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതായത് യുവാക്കളെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് എപ്പോഴാക്രമിക്കുന്നു എന്ന് പോലും പറയാൻ പറ്റില്ല. പലരെ, ഒരാൾ രാത്രി 10 മണിക്ക് ആക്രമിക്കുന്നു, ഒരാൾ രാത്രി 10:30-ക്ക് ആക്രമിക്കുന്നു, ഒരാൾ പകൽ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു ജനക്കൂട്ടം, അല്ലെങ്കിൽ 2-3 പേർ ബൈക്കിൽ വന്നിട്ട് വെടിവെച്ചു കൊള്ളുന്നു. അങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ഹിന്ദുക്കൾക്ക് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അങ്ങനെ ഹിന്ദുക്കളെ പലായനം ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ളൊരു വലിയൊരു ആസൂത്രിതമായ ശ്രമമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് അതിശക്തമായിട്ട് ഇടപെടേണ്ട ഒരു സമയമാണിത്. അല്ലെങ്കിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സപ്പോർട്ടോടുകൂടിയാണ് കിഴക്കൻ പാകിസ്ഥാനെ നമ്മൾ ബംഗ്ലാദേശ് ആക്കി മാറ്റിയത്. കാരണം പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനോട് അങ്ങേയറ്റത്തെ വിവേചനമാണ് കാണിച്ചിരുന്നത്. ഇവിടെ നിന്ന് ജയിച്ച് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവേണ്ട മുജീബ് റഹ്മാനെ ആ അവസരം നിഷേധിക്കുകയായിരുന്നു അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള പട്ടാള മേധാവികൾ ചെയ്തത്.
അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് പ്രതിഷേധം തുടങ്ങി. അങ്ങനെ ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പട്ടാളം കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ലോക ചരിത്രത്തിന് ഏറ്റവും വലിയ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളാണ്. 10,000-കണക്കിന് സ്ത്രീകളെയാണ് അവർ ബലാത്സംഗം ചെയ്തത്. അതേപോലെ തന്നെ കൂട്ടക്കൊലപാതകം, ഏതാണ്ട് 1000-കണക്കിന് ആളുകളെ കൂട്ടക്കൊലപാതകം നടത്തി. അങ്ങനെ ഏറ്റവും നിഷ്ഠൂരമായ കൊലയാണ് നടത്തിയത്. അതിനൊക്കെ നേതൃത്വം നൽകിയതും, അല്ലെങ്കിൽ അതിനൊക്കെ നേതൃത്വം നൽകിയ പട്ടാളത്തിന് മുഴുവൻ പിന്തുണയും നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. പക്ഷെ ഇന്ന് വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏതൊരു പാകിസ്ഥാനെതിരായിട്ടാണോ ബംഗ്ലാദേശിലെ ജനത ഒറ്റക്കെട്ടായി നിന്നത്, ആ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലാണ് ഇന്ന് ബംഗ്ലാദേശ് കഴിയുന്നത്. പാകിസ്ഥാന്റെ അധികാരികളൊക്കെ തന്നെ, പട്ടാള മേധാവികളൊക്കെ തന്നെ ഇവിടുത്തെ പട്ടാളത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഭരണകൂടം പൂർണ്ണമായിട്ട് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പാകിസ്ഥാന് കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ കൂടെ നടക്കുകയാണ്. അവിടെ ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ തള്ളിക്കളയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖവിലക്കെടുക്കുന്നില്ല. ആഗോളതലത്തിൽ അമേരിക്കൻ MP-മാരും ഒക്കെ തന്നെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷെ അന്നൊന്നും തന്നെ അതിനെ ഗൗരവത്തിലെടുക്കാതെ അത് ചെറിയ ചെറിയ വിഷയങ്ങളാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓരോ ദിവസവും ഹിന്ദു യുവാക്കളെ കൊലപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വിഷയം. പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ ഭരണകൂടമാകെ മാറിയിരിക്കുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിമാരെയൊക്കെ തന്നെ മാറ്റിയിട്ട് ജമാഅത്തെ ഇസ്ലാമി അനുകൂലികളായ ജഡ്ജിമാരെയൊക്കെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവാമി പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആധിപത്യം കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഹിന്ദു ജനവിഭാഗത്തെ മുഴുവൻ അടിച്ചോടിക്കാനുള്ള ഒരു സംഘടിതമായ ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് എന്ത് നിലപാടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അഭയാർത്ഥികളായിട്ട് അവർ ഇന്ത്യയിലേക്ക് തന്നെയാണ് അവസാനം അവർ വരിക. മറ്റെവിടെയും പോകാൻ അവർക്ക് അവസരമില്ല. അതുകൊണ്ട് അവരവിടെ നിന്ന് മരിക്കണോ അല്ല ജീവനും കൊണ്ടുകൂടി ഇന്ത്യയിലേക്ക് വരണോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളാണ് നമ്മളെ ആളുകളാണ്. നമ്മുടെ നികുതി പണം കൊണ്ടാണ് ബംഗ്ലാദേശ് രൂപീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പട്ടാളമാണ് ബംഗ്ലാദേശ് രൂപീകരണം സഹായിച്ചത്. ഇന്ന് ബംഗ്ലാദേശിലെ ജനത അവരേതൊരു പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരായിട്ടാണോ പോരാടിയത്, ആ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഭീകരമായ ഭരണത്തിൽ അവരുടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുകയാണ്. ഈ സമയത്ത് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടുകയാണ് വേണ്ടത്.